നമസ്കാരം. വർത്തമാനത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം വേറൊന്നുമല്ല, കന്യാസ്ത്രീ മഠങ്ങളിലേക്ക് പുതുതായി പെൺകുട്ടികളാരും പോകുന്നില്ല. അതുപോലെ തന്നെ സന്യാസ ആശ്രമങ്ങളിലേക്ക് പുതുതായി ആളുകളൊന്നും പോകുന്നില്ല. പ്രത്യേകിച്ച് ചെറുപ്പക്കാരൊന്നും പോകുന്നില്ല. അന്യം നിന്നു പോകുന്ന ഒരു അവസ്ഥയിലേക്കാണ് കന്യാസ്ത്രീ മഠങ്ങളും ആശ്രമങ്ങളും ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. സമീപഭാവിയിൽ തന്നെ പല ആശ്രമങ്ങളും പല കോൺവെൻറ്റുകളും അടച്ചുപൂട്ടുന്ന സ്ഥിതിയിലേക്കാണ്. അത് സഭയിൽ ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകത്തില്ലേ? തീർച്ചയായിട്ടും. എൻ്റെ കാരണം എനിക്ക് തോന്നുന്നത് ദൈവവിളി കുറയുന്നതായിരിക്കും. ദൈവവിളി കൊണ്ടാണല്ലോ പലരും ഇതുപോലെയുള്ള പുരോഹിതന്മാരാകുന്നതും ആശ്രമങ്ങളിലേക്ക് പോകുന്നതൊക്കെ. അതിനുള്ള ദൈവവിളി കുറയുന്നതുകൊണ്ടായിരിക്കും ഇല്ലാത്തത്. മറ്റൊന്ന്, ആധുനിക ജീവിതത്തിൽ ലൗകിക ജീവിതത്തിലുള്ള ആളുകളുടെ ആഭിമുഖ്യം കൂടി വരുന്നതായിരിക്കും. പക്ഷെ അതിന് അങ്ങനെ പൂർണ്ണമായി പറയാൻ പറ്റില്ല. ഇപ്പം ദൈവവിളി കൊണ്ടാണ് ആശ്രമങ്ങളിൽ പോകുന്നത് അല്ലെങ്കിൽ കന്യാസ്ത്രീ മഠത്തിൽ പോകുന്നത് എന്ന് പൂർണ്ണമായി പറയാൻ സാധിക്കുമോ? പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരിക്കാം. പക്ഷേ ഇപ്പോൾ അങ്ങനെ ഉണ്ടോയെന്ന് ഇപ്പം അങ്ങ് പറഞ്ഞു, വൈദികരാകുന്നതൊക്കെ ദൈവവിളി കൊണ്ടാണെന്ന് ആയിരിക്കാം. അല്ല, അങ്ങനെയാണ് നമ്മൾ പറയാറുള്ളത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നമ്മുടെ വിശ്വാസം. പക്ഷേ ഇതെല്ലാം നമുക്ക് ഓരോ സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്തിൻ്റെയും ഫലമായിട്ടാണ് എന്നുള്ള സത്യം. ഇപ്പം പറഞ്ഞ യഥാർത്ഥ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ന്യൂക്ലിയസ് ഫാമിലികളല്ലേ. ഒരു കുടുംബത്തിൽ ഒന്നോ രണ്ടോ പേരേ കാണുള്ളൂ. മാതാപിതാക്കൾ അവരെ ഈ ദൈവജോലിക്കൊന്നും പറഞ്ഞ് വിടാൻ ആഗ്രഹിക്കുന്നില്ല. നമുക്കൊന്ന് ഒന്നാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട. അപ്പോൾ ഒന്നോ രണ്ടോ പേരുള്ള ഒരു കുടുംബത്തിൽ എങ്ങനെ ദൈവജോലിക്കെന്ന് പറഞ്ഞ ഒരാളെ പറഞ്ഞു വിടാൻ പറ്റും? അപ്പോൾ അത് കഴിഞ്ഞിട്ട് മതി ദൈവത്തിൻ്റെ കാര്യം എന്നുള്ളത് കൊണ്ടായിരിക്കും അത്. ആദ്യം നമ്മുടെ. പക്ഷെ പണ്ട് കാലത്ത് അങ്ങനെയല്ല. ഒരു കുടുംബത്തിൽ തന്നെ 10-12 പേരുണ്ട്. അന്ന് ഇതുപോലെയുള്ള സാമ്പത്തിക സൗകര്യങ്ങളില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കുടുംബത്തിൽ തന്നെ 3-4-5 പേര് അച്ഛന്മാരും കന്യാസ്ത്രീകളുമായിട്ട് പോകുന്ന കുടുംബങ്ങളും ഉണ്ട്. 3-4 അല്ല. എൻ്റെ ഒരു സുഹൃത്ത്, ഞാൻ പേര് വെളിപ്പെടുത്തുന്നില്ല, അവരുടെ റോമൻ കാത്തലിക്സ് ആണ്, സിറോ മലബാർ. അതെ, അവരുടെ ഭാഗത്ത് ഇത്തരം കൂടുതൽ പേര് കന്യാസ്ത്രീ ഉണ്ടാവുക. ആ വീട്ടിൽ 12 മക്കളുണ്ട്. 12 മക്കളുള്ളതിൽ 8 പെൺകുട്ടികളും 4 ആൺകുട്ടികളും. അങ്ങനെ 8 4 12 പേരാണ്. അതിൽ ഈ ആൺകുട്ടികളിൽ ഒരാൾ അച്ഛനായി. അപ്പോൾ അദ്ദേഹത്തിന് കല്യാണം കഴിക്കാൻ പറ്റത്തില്ല. അത് നമുക്കറിയാലോ, കത്തോലിക്ക സഭയിൽ കല്യാണം കഴിക്കത്തില്ലല്ലോ. അച്ഛനായി. ആ അച്ഛൻ ബിഷപ്പായില്ലെന്നേ ഉള്ളൂ. അത് എന്തോ ചില സാങ്കേതികത്തിൻ്റെ എന്തോ ഇതായിരിക്കാം, ബിഷപ്പായില്ല. പക്ഷെ അത് വിദേശത്താണ്. അദ്ദേഹത്തിൻ്റെ 8 സഹോദരിമാർ. 8 സഹോദരിമാരും കന്യാസ്ത്രീകളോ? 8 കന്യാസ്ത്രീ. അതൊരു ലോക റെക്കോർഡായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ അവരെ വെളിപ്പെടുത്തണമല്ലോ. കാരണം പേര് വെളിപ്പെടുത്താൻ തെറ്റില്ല. കാരണം അത് ഒരു കുടുംബത്തിലെ 8 പെണ്ണുങ്ങളെയും കന്യാസ്ത്രീകളാക്കി വിടുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ദൈവവിളിയും ദൈവാനുഗ്രഹവും അല്ലേ. 8 പേരും കന്യാസ്ത്രീകളാണ്. പിന്നെ അവര് ഈ പറയുന്ന പോലെ ഇല്ലായ്മക്കാരൊന്നുമല്ല, നല്ല അവിടെ അറിയപ്പെടുന്ന കുടുംബം. പണ്ട് കാലത്ത് ഈ സാമ്പത്തികമായി ബുദ്ധിമുട്ടിനേക്കാളേറെ ഒരു നല്ല കുടുംബങ്ങളിലെ ആളുകളും മക്കളെ കന്യാസ്ത്രീകളായിട്ടും അച്ഛന്മാരായിട്ടും ഒക്കെ വിടാൻ താല്പര്യം കാണിച്ചിരുന്നു. ഇന്നതില്ല. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളവരാണ് അധികവും. പ്രത്യേകിച്ച് കൂടുതലും ഈ കന്യാസ്ത്രീ മഠങ്ങൾ കൂടുതലും ഉള്ളത് ക്രൈസ്തവ സഭകളിൽ, കത്തോലിക്ക സഭയ്ക്കാണ്. അപ്പോൾ നമ്മുടെ സഭയ്ക്കും കന്യാസ്ത്രീ മഠങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്യാനായിട്ട് നമ്മുടെ സഭയ്ക്കകത്ത് കന്യാസ്ത്രീ ഉണ്ടെന്നുള്ളവരും നമ്മുടെ സഭയിലുള്ള നല്ല ആൾക്കാർക്കും അറിയില്ല. സത്യമാണ്. പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് കന്യാസ്ത്രീകളില്ലല്ലോ. പക്ഷേ കന്യാസ്ത്രീകളുണ്ട്, കന്യാസ്ത്രീ മഠങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്യാനായിട്ട് ഞാൻ നാട്ടിൽ പോയി, കൊട്ടാരക്കര പോയി. അപ്പോൾ എൻ്റെ വീടിനടുത്തൊരു കന്യാസ്ത്രീ മഠമുണ്ട്, ബസോലി സ്കൂൾ, കോൺവെൻറ്റ്, ഓർത്തഡോക്സ്. പിന്നെ അപ്പോൾ ഞാൻ വോട്ട് ചെയ്തിട്ട് ഇറങ്ങി വന്നപ്പം അവിടെ ഞങ്ങളൊക്കെ കണ്ട്, കൊച്ചുനാൾ മുതലേ ഞങ്ങളൊക്കെ കാണുന്ന ഒരു കന്യാസ്ത്രീ മഠം. അവിടെ ഒരു കന്യാസ്ത്രീ ഉണ്ട്, ദീനാമ സിസ്റ്റർ. ആ ദീനാമ സിസ്റ്റർ അവിടെ വെളിയിലിരിക്കുന്നത് കണ്ടുകൊണ്ട് ഞാൻ ചെന്നു. അപ്പം പ്രായാധിക്യം കൊണ്ട് അതിൻ്റെതായ വിഷമങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ എന്നെ കണ്ടിട്ട് ഞാൻ ചോദിച്ചു, എന്നെ മനസ്സിലാകുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, തിരികെ കഴിഞ്ഞിട്ട് എന്നോട് ചോദിച്ചു, ബെന്നിയല്ലേ കോട്ടപ്പുറത്തെ? അപ്പോൾ എൻ്റെ സൗണ്ട് കൊണ്ടാണ് മനസ്സിലാക്കിയത്. അപ്പം പ്രായമായി. അപ്പം ഞാൻ ചോദിച്ചു, എങ്ങനെയാ ഇവിടെ പിന്നെ സഹായത്തിന്? അത് ഇവിടെ ഒരു സ്ത്രീ വന്ന് ആഹാരമൊക്കെ ചേരും. കൂടാറുണ്ട്. ഇപ്പോൾ ആരുമില്ല, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. പുതുതായിട്ട് ആരും കടന്നു വരാൻ തയ്യാറാവുന്നില്ല, ആരും തയ്യാറല്ല. വീടുകളിലൊക്കെ ആളുകളൊക്കെ കുറവല്ലേ, മക്കളൊക്കെ കുറവല്ലേ എന്ന് പറഞ്ഞാൽ ഒരു ആശങ്ക ഇങ്ങനെ പങ്കുവച്ചു. അപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ ചിന്തിക്കുകയായിരുന്നു, ഈ ആ ദീനാമ സിസ്റ്ററുടെ
കാലം കഴിഞ്ഞാൽ പിന്നെ ആശ്രമം പിന്നെ ആ കോൺവെന്റ് പിന്നെ എന്ത് ചെയ്യും? അല്ല, ഇതുപോലെ പല അച്ഛന്മാരും ഇല്ലേ, പല ആശ്രമങ്ങളിലും കഴിയുന്ന അച്ഛന്മാര് അവിടെ ഒറ്റപ്പെട്ടു പോകുന്ന തരത്തിലോ അല്ലെങ്കിൽ അവരുടെ വാർദ്ധക്യത്തിൽ അവർ സഭയ്ക്ക് വേണ്ടി ജീവിക്കുകയും ഒത്തിരി സഭയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുകയും ആശ്രമമായിട്ട് കേന്ദ്രീകരിച്ച് ഒത്തിരി ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയിട്ടുള്ളവരാണ്. പക്ഷെ അവരൊക്കെ അവരുടെ വാർദ്ധക്യകാലത്ത് വളരെ ബുദ്ധിമുട്ടുന്നതായിട്ട് ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്. സഭ തന്നെ വേണ്ടത്ര ശ്രദ്ധിക്കുന്നില്ല. പിന്നെ പൊതുജനങ്ങൾ അവരറിയുന്നുമില്ല. സഭാ അംഗങ്ങളായിട്ടുള്ള ആൾക്കാരൊന്നും ഇങ്ങനെ നമ്മുടെ ആശ്രമങ്ങളുണ്ടെന്ന് പോലും അറിയുന്നത് കുറവാണ്. അങ്ങനെയുള്ള കേസുകളില്ലേ? അങ്ങനെ ഞാനത് ഒത്തിരി കേട്ടിട്ടുണ്ട്. ഒത്തിരി പരാതികളും പരിഭവങ്ങളും പലരുടെയും അനുഭവങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് രാവിലെ എന്നെ വിദേശത്തു നിന്നൊരു ഒരു സുഹൃത്ത് വിളിച്ചിട്ട്, അദ്ദേഹത്തിന് നമ്മുടെ ഈ ചാനലിൽ വരുന്ന വാർത്തകളൊക്കെ കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുന്ന, നമ്മളെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ഇന്ന് രാവിലെ എന്നെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കുടുംബത്തിലെ ഒരു റമ്പാച്ചൻ, ആ റമ്പാച്ചൻ ഇപ്പോൾ നമ്മുടെ കൊല്ലം ജില്ലയിലെ ഒരു ആശ്രമത്തിലാണ്. ആശ്രമത്തിൽ നിന്ന് കൊല്ലം അത് ജില്ലയിലെ ആശ്രമം എന്ന് പറയുമ്പോൾ ശാസ്താംകോട്ട ആശ്രമമല്ലേ ഉള്ളൂ. ശാസ്താംകോട്ടയുണ്ട്, കൊട്ടാരക്കര ചെങ്ങമനയുടെ ആശ്രമമുണ്ട്, പത്തനാപുരത്ത് ആശ്രമമുണ്ട്, പിന്നെ അങ്ങനെ പല ശൂരനാട് ആശ്രമമുണ്ട്. അങ്ങനെ കൊല്ലം ജില്ലയിൽ ഒത്തിരി ആശ്രമങ്ങളുണ്ട്, കോൺവെൻറ്റുകളുമുണ്ട്. തെക്കൻ കേരളത്തിലുള്ള ഒത്തിരി ആശ്രമങ്ങളും കോൺവെൻറ്റുകളും ഒക്കെ ഉള്ള ഒരു ജില്ലയാണ് കൊല്ലം ജില്ല. അപ്പോൾ ആ ഒരു ആശ്രമത്തിലുള്ള ഈ അച്ഛനിപ്പോൾ 78 വയസ്സുണ്ട്. അച്ഛൻ റമ്പാച്ചനായി. ഈ റമ്പാച്ചന് നേരത്തെ ലിവർ സിറോസിസിൻ്റെ ഒരു അസുഖത്തിൻ്റെ ഇതൊക്കെ ഉണ്ടായിരുന്നു. അതിന് മരുന്നൊക്കെ കഴിച്ചാൽ അസുഖമൊക്കെ ഇങ്ങനെ മാറി ഇരിക്കും. ഇപ്പോൾ കഴിഞ്ഞ ഒരു കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് വീണ്ടും അസ്വസ്ഥതകളുണ്ടായി. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആശുപത്രിയിൽ ചികിത്സയിലിരിക്കുക. സത്യം പറഞ്ഞാൽ കേട്ടിടത്തോളം അദ്ദേഹത്തിന് ഒരു നമ്മളിപ്പോൾ ഈ സംസാരിക്കുന്ന സമയം വരെയും ഒരു വൈദികരോ അല്ലെങ്കിൽ ആരോ ഒന്ന് തിരിഞ്ഞു പോലും വൈദികര് പോലും പോകുന്നില്ല, തിരിഞ്ഞു നോക്കിയിട്ടില്ല. വളരെ ഞാനാകുമ്പോൾ നേരത്തെ പറഞ്ഞതാണ്, വളരെ നിർഭാഗ്യകരമായ ഒരു അവസ്ഥയാണ്. അതായത് അച്ഛന്മാരായിക്കോട്ടെ, കന്യാസ്ത്രീകളായിക്കോട്ടെ, റമ്പാച്ചനായിക്കോട്ടെ, അവരൊക്കെ അവരുടെ വാർദ്ധക്യത്തിൽ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നതും വേണ്ടത്ര പരിഗണനയും ശ്രദ്ധയും കിട്ടാതെ പോകുന്നതും സഭ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അല്ലേ? സഭ എന്തുമാത്രം പണം എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടി, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. പക്ഷേ ഒരു ആശ്രമത്തിലെ ഒരു വൈദികനോ അല്ലെങ്കിൽ ഒരു റമ്പാച്ചനോ ഒക്കെ ഇങ്ങനെ ജീവിക്കുന്നു സത്യമാണെങ്കിൽ, എനിക്കറിയില്ല, സത്യമാണെങ്കിൽ അത് വളരെ സങ്കടകരം തന്നെയാണ്. ഇത് സത്യമാണ്. ഞാൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ഞാൻ അതിൻ്റെ പേരും ഇതൊന്നും ഞാൻ വെളിപ്പെടുത്തുന്നില്ല, കാരണം സ്വകാര്യതയെ മാനിച്ച് ഞാൻ പറയുന്നില്ല. എങ്കിലും നമ്മുടെ സഭയിൽ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളുണ്ടോ അവർക്ക്? സാമ്പത്തികമായ ബുദ്ധിമുട്ടുകൾ അതുകൊണ്ട് പിന്നെ ഈ ചികിത്സയ്ക്ക് നല്ല പൈസ വേണ്ടേ? പക്ഷേ ആശ്രമത്തിന് സ്വന്തമായ വരുമാനം ഒന്നുമില്ലയോ? ആശ്രമത്തിലൊക്കെ വരുമാനമുണ്ട്, അത് കൊടുക്കണ്ടേ, ആർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അപ്പൊ അവരെ നോക്കി അവരെ ചെയ്യുന്നില്ല, അപ്പം ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഇപ്പം പലയിടത്ത് ഞാൻ കേട്ടിരിക്കുന്ന, കഴിഞ്ഞ ഒരു 2 മാസം മുമ്പ് കേട്ടത്, വേറൊരു നമ്മുടെ ഒരാശ്രമത്തിലെ ഒരച്ഛന് ഇതൊരു സുഖമില്ലാതെ വന്നു. പിന്നെ അവസാനം ആ അച്ഛൻ്റെ ബന്ധുക്കളാണ് അച്ഛനെ കൊണ്ടുപോയി ഈ പലപ്പോഴും ബന്ധുക്കളെ കാണുകയുള്ളൂ അവസാനം. പക്ഷേ ഇതിനകത്ത് സങ്കടകരമായ കാര്യം, ബന്ധുക്കളിൽ നിന്ന് വേർപെട്ടുള്ള ഒരു ജീവിതമാണ് ഈ ആശ്രമ. സഭയ്ക്ക് വേണ്ടിയല്ലേ അവർ ജീവിച്ചത്? അവർ അവരുടെ സന്മനസ്സുകൊണ്ടാണ് സഹായിക്കുന്നത്. അല്ലെങ്കിൽ ബന്ധുക്കൾക്ക് സഹായിക്കേണ്ട കാര്യമില്ല. കാരണം സഭയിലേക്ക് പിന്നെ എടുക്കപ്പെട്ടവരാണ് ആശ്രമവാസികളായിട്ടുള്ള അച്ഛന്മാരെ. അപ്പോൾ ഇത് സഭ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. കത്തോലിക്ക സഭയിലൊരു സംവിധാനമുണ്ട്. റിട്ടയർഡ് പ്രീസ്റ്റുമാർക്ക് അവർക്ക് കല്യാണം കഴിക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ റിട്ടയർഡ് പ്രീസ്റ്റുമാരെ അവരെ ഒത്തൊരുമിപ്പിച്ച് അവരെ എല്ലാ കാര്യങ്ങളിലും സിസ്റ്റമാറ്റിക് ആയിട്ട് പോകുന്നുണ്ട്. അതിനവർക്ക് പ്രീസ്റ്റ് ഹോമുകളുണ്ട്. റിട്ടയർഡ് പ്രീസ്റ്റ് ഹോം. അങ്ങനെ പ്രീസ്റ്റ് ഹോമുകളില്ല. നമുക്ക് അങ്ങനെ ഒരു സംവിധാനമില്ല. ഇപ്പം നമ്മുടെ പിതാക്കന്മാർ, അതാണ് മേൽപ്പട്ടക്കാർ, തിരുമേനിമാർ പോലും ശുശ്രൂഷയിൽ നിന്നൊക്കെ വിരമിക്കുന്നവരും ഒക്കെ അവരൊരു ആശ്രമം ഉണ്ടാക്കി അവരാശ്രമത്തിലേക്ക് മാറുന്നതല്ലാതെ നമ്മുടെ സഭയ്ക്ക് അങ്ങനെ ഒരു സിസ്റ്റം ഇല്ല. കത്തോലിക്ക സഭയ്ക്ക് മറ്റ് സഭകൾക്കൊക്കെ അങ്ങനെ ഒരു സംവിധാനം, റിട്ടയർഡ് പ്രീസ്റ്റുമാരെ താമസിപ്പിക്കുന്ന ഇടങ്ങളൊക്കെ ഉണ്ട്. അവരുടെ കാര്യങ്ങളെല്ലാം ഞാൻ ചോദിക്കുന്നത്, നമ്മുടെ സഭയിലും വിവാഹം കഴിക്കാത്ത അച്ഛന്മാരുണ്ടല്ലോ, ഒരുപാട് റമ്പാച്ചന്മാരൊക്കെ. അപ്പോൾ തിരുമേനിമാർക്ക് പിന്നെ മിക്കവാറും എല്ലാവരും ആശ്രമങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഈ റമ്പാച്ചന്മാർക്കും അച്ഛന്മാർക്കും വേണ്ടി ശരിക്കും അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കേണ്ടതല്ലേ? അത്യാവശ്യമാണ്, വളരെ അത്യാവശ്യമാണ്. ഇതുപോലുള്ള അവരൊക്കെ പലരും ഈ വാർദ്ധക്യ കാലത്ത് അസുഖങ്ങളൊക്കെ ഇപ്പം ഒരുപാട് പറയത്തില്ല, ആരും അറിയില്ല. അതാണ്, നമ്മളാരും അറിയുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ അവരാരും പറയുന്നില്ലല്ലോ, അവർക്ക് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അവരുടെയൊക്കെ കുടുംബങ്ങളിലേക്ക് തിരിച്ചു പോവുകയും കുടുംബക്കാരും എല്ലാം കൊണ്ടുപോയി അവരെ പിന്നെ ചികിത്സിപ്പിക്കുകയും നോക്കിയൊക്കെ ചെയ്യുന്നു. കുടുംബക്കാരില്ലെങ്കിലോ? ഒന്നും കുടുംബക്കാർ ഉണ്ടാവണമെന്നില്ല, രണ്ടാമതുള്ള കുടുംബക്കാർക്ക് സാമ്പത്തികം ഉണ്ടാവണമെന്നില്ല. ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്.
ഈ ഉള്ള കുടുംബത്തിൽ തന്നെ നമുക്കറിയാം അതെ, ഇവിടെ അവർക്ക് നൂറുകൂട്ടം പ്രശ്നങ്ങളാണ്. നൂറോട്ടം പ്രശ്നങ്ങളും പിന്നെ അവർ ചിന്തിക്കുന്ന എന്താ, സഭയിലെ നോക്കേണ്ടതെന്നാണ്. അതെ, സഭ കാരണം അവരുടെ ജീവിതകാലം മുഴുവൻ അവർ സഭയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചവരാ, അവരുടെ ജീവിതം ഒഴിഞ്ഞു വെച്ച് അവർ സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചവരാ. അവരുടെ പ്രവർത്തനത്തെ ഒന്നും നമ്മൾ പറയുന്നില്ല, അതൊക്കെ സഭയ്ക്ക് വേണ്ടി അവരുടെ ജീവിതം മുഴുവൻ ഒഴിഞ്ഞു വെച്ച ആ ഒരു സാഹചര്യത്തിൽ അവരെ ശിഷ്ടകാലം നോക്കേണ്ടത് സഭ തന്നെയാണ്. അതിന് യാതൊരു തർക്കവും വേണ്ട. ഇപ്പം ഞാൻ അറിഞ്ഞിടത്തോളം പിന്നെ പല അച്ഛന്മാരും കഷ്ടപ്പെടുന്നുണ്ട് ആശ്രമങ്ങളിൽ. ഇത് ചികിത്സയ്ക്ക് പോലും ആശുപത്രി പോലും പോകാൻ പറ്റാതെ ആശ്രമങ്ങളിൽ കിടക്കുന്ന അച്ഛന്മാരുണ്ട്. ഉണ്ടല്ലേ? ഞാൻ പറഞ്ഞ കൊല്ലം ജില്ലയിലെ ഒരു പിന്നെ ആശ്രമത്തിൽ സുഖമില്ലാതെ അവിടെ കിടന്നിട്ട് പോലും ഒന്ന് ആശുപത്രി കൊണ്ടുപോകാൻ പോലും അങ്ങനത്തെ ഡോക്ടറെ അവസ്ഥയുണ്ട്. കാണിക്കാൻ പോലും മനസ്സ് കാണിക്കാത്ത വൈദികരാണ് കൂടെ ഉള്ളവര്. അവർ ചെയ്യുന്നില്ല. അതാണ് സ്ഥിതി. അപ്പം അതൊക്കെ മാറണം. നമ്മുടെ സഭ കുറച്ചുകൂടെ ഈ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ വേണം. നമുക്ക് വൈദിക സംഘങ്ങളുണ്ട്, റിട്ടയർഡ് അച്ഛന്മാരൊക്കെ ഒരുപാട് പേരുണ്ട്, അവരുടെ കുടുംബങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ കല്യാണം കഴിക്കാത്ത ആശ്രമ സന്യാസ ജീവിതം നയിച്ചവരെ അവരെ സംരക്ഷിക്കാൻ ഒരു സംവിധാനം ഉണ്ടാണ്. ഈ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ ഞാൻ കേട്ടത് നമ്മുടെ തിരുമേനിമാർ, അയ്യോ ആവാൻ ആരും വരുന്നില്ല, ആശ്രമങ്ങളിലേക്ക് ആരും വരുന്നില്ല. കഴിഞ്ഞ മാസം ഞാൻ നമ്മുടെ അപ്രയം തിരുമേനി ഒരു പ്രസംഗത്തിൻ്റെ ഇടയിൽ പറഞ്ഞു, കുഞ്ഞുങ്ങളെ നിങ്ങൾ സന്യാസിമാരാവണം, നിങ്ങൾ ആശ്രമങ്ങളിലേക്ക് വരണം എന്നൊക്കെ പറഞ്ഞൊരു ആഹ്വാനം ചെയ്തുകൊണ്ടൊരു പ്രസംഗമൊക്കെ കേട്ടു. ഇത് പ്രസംഗിക്കാനും പ്ലാറ്റ്ഫോമിലേക്ക് കയറിയെന്ന് പ്രസംഗിക്കാനും ഒക്കെ എല്ലാവർക്കും നല്ല ബിരുദാണ്. പക്ഷേ അവർ ആ രീതിയിൽ പ്രവർത്തിക്കാനോ അല്ലെങ്കിൽ പ്രായോഗികമായി ചിന്തിക്കാനോ അവർ ശ്രമിക്കുന്നില്ല. ഇത് നമ്മുടെ സഭ ഏറ്റെടുത്ത് ചെയ്യേണ്ട കാര്യങ്ങളിൽ ഒന്നാണ്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങളിൽ പ്രത്യേക ഒരു ശ്രദ്ധ ഉണ്ടാവണം.